ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എഫ് സി മൊബൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ എഫ് സി മൊബൈൽ ടീമിൽ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ നമ്മൾ സ്പിന്ന് ചെയ്ത് അടുത്ത ആ ഓരോ നാഷണാലിറ്റി പ്ലേയേഴ്സ് നമ്മൾ സൈൻ ചെയ്ത് നമ്മൾ ടീം ഉണ്ടാക്കിക്കാണ്ട് മാച്ച് കളിക്കാൻ പോവുകയാണ്. അപ്പം ഇതിലെ റൂൾസ്, ഇത് സ്പിൻ ചെയ്യുന്ന റൂൾസ് എന്താണെന്ന് വെച്ചാൽ ഒരേ നാഷണാലിറ്റി രണ്ടിൻ്റെ മുകളിൽ കിട്ടിയാൽ അത് പരിഗണിക്കുന്നതല്ല. ഇപ്പം സ്പെയിന് 2 പ്രാവശ്യം കിട്ടി, 3-ാം പ്രാവശ്യം കിട്ടി അത് പരിഗണിക്കുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ റൂൾ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പ്ലേസിനടുത്ത് ടീം ഉണ്ടാക്കിയ ശേഷം നമ്മൾ മാച്ച് കളിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോയിലുള്ളത്. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കളിക്കാം. നമ്മൾ ആദ്യത്തെ സ്പിന്ന് ഓക്കെ, നമുക്ക് ഉറുഗ്വേയാണ് കിട്ടിയത്. ഫസ്റ്റ് നമുക്ക് ഉറുഗ്വേനെ കിട്ടി. രണ്ടാമത്തെ സ്പിൻ നോക്കാം. 3 പ്ലേസിന് കിട്ടിയ ശേഷം നമുക്ക് ഇങ്ങനെ ആക്കാം. രണ്ടാമത്തെ സ്പിൻ വരുന്നത് ഓക്കെ, നമുക്ക് ഗായ്സ് ഫ്രാൻസിന് കിട്ടി. രണ്ടാമത്തെ നോക്കാം. മൂന്നാമത്തെ ഉറുഗ്വേ ഫ്രാൻസ് കഴിഞ്ഞാൽ ബ്രസീൽ. അപ്പോൾ നമുക്ക് നേരെ എഫ് സി മൊബൈൽ എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ നാഷണാലിറ്റികൾ ഉറുഗ്വേയും ഫ്രാൻസും ബ്രസീലുമാണ്. കുഴപ്പമില്ലാതെ 3 നാഷണാലിറ്റികളെ കിട്ടി. പക്ഷേ ഇവരുടെ 3 നാഷണാലിറ്റി പ്ലേയേഴ്സ് ഇന്ത്യ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരെ ഓവർ റൈറ്റിങ് നമ്മൾ നോക്കലില്ല. അപ്പോൾ നമ്മളത്തെ ഇതിൽ പോയിൻസ് എത്ര ഇല്ല ഈ അക്കൗണ്ടിൽ. അപ്പോൾ നമ്മൾ അതനുസരിച്ചായിരിക്കും വാങ്ങുക. പ്ലേയേഴ്സിനെ ചിലപ്പോൾ നല്ല ഓവർ കുറവായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. അപ്പം നേരെ ആദ്യം നോക്കണം, നമുക്ക് നോക്കാം. ബ്രസീലിൽ ഐ തിങ്ക് വിനീഷ്യസ് ജൂനിയർ ഉണ്ടാവാറില്ല. നമ്മൾ ഒഴിവാക്കി പോകുന്നുണ്ട്. ജൂനിയറിൻ്റെ കാർഡ്സ് ഉണ്ടാകാൻ സാധ്യത നോക്കാം. നമുക്ക് നമ്മൾ ടീം പോയി നോക്കാം. ഉറുഗ്വേ ബ്രസീൽ ഗൈസ്. ഇവിടെ ആദ്യം ഖാൻ, ക്രസ്പോ അർജൻറ്റീനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ ടീമിൽ പോയി ഉണ്ടാക്കാം. ഇത് കറക്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കണം. നമ്മൾ ടീമിൽ പോയി നോക്കാം. ടീം നാഷണാലിറ്റി ഇന്റർനാഷണൽ പോവുക. നമുക്ക് വേണ്ടത് ഫ്രാൻസ്, ബ്രസീലില്ലല്ലോ. ബ്രസീൽ ഫ്രാൻസ് അടിച്ചു നോക്കാം. ഫ്രാൻസിൽ നിന്ന് നമുക്ക് നേരെ മാർക്കറ്റ് പോയി നോക്കാം. ഫ്രാൻസിലെയും ഉറുഗ്വേയും പ്രവേശനം കിട്ടുന്നുണ്ട്. ഇത്ര നാഷണാലിറ്റിയേ ഉള്ളൂ. അപ്പം ബ്രസീലിൽ കിട്ടാൻ പണി. നമുക്ക് ഏറ്റവും കൂടുതൽ ഓവർ മുതലുള്ള പ്രോഗ്രാംസിനും തോന്നാം. അത് നമുക്ക് ഫ്രാൻസ് കൊടുത്തോളൂ. അപ്പം ഐക്കോണിക് ഹീറോയ്സിൽ നോക്കാം. 115 കൊടുക്കുന്നുള്ളവരെ അതിൻ്റെ അടിയിൽ നമുക്ക് ഏറ്റവും അടിയിലേക്ക് പോയി അവിടെ നിന്ന് നോക്കാം. 115 വളരെ നല്ല വിലയുണ്ട് വരിക. അപ്പം റൈറ്റിങ്ങും കൂടി നമ്മൾ ജസ്റ്റ് കൊടുക്കാം. നാഷണാലിറ്റി ഇവിടെ നോക്കല്ലേ, അവിടെ നമ്മൾ ഓക്കെ നാഷണാലിറ്റി നല്ല അടിയിലേക്ക് പോയി. ബ്രസീലാണ് കിട്ടേണ്ടത് ഗൈസ്. ഉറുഗ്വേ കിട്ടി. ആൻഡ് ബ്രസീൽ എവിടെ? ബ്രസീൽ ഫ്രാൻസ് എത്തിയാൽ ബ്രസീലിനാണ് കിട്ടിയിട്ടില്ല. ഇതിൽ എവിടെ ബ്രസീൽ ഗൈസ്?
അർജൻറ്റീന ബ്രസീൽ തീരില്ലേ. ഓക്കെ ബ്രസീൽ. അപ്പോൾ നമുക്ക് അടിച്ചൊക്കെ ഐക്കോണിക് ഹീറോയ്സ് ഉള്ളത്. ഓക്കെ ഓവർ റൈറ്റിംഗ് 40 കൊടുത്തിട്ടുള്ളത്. 80 ഓവർ റൈറ്റിംഗ് മാത്രം കൊടുക്കാം. നമുക്ക് 80 പ്ലേസുകളുള്ള ബ്രസീൽ ടീം ഏറ്റവും അടിയിലേക്ക് പോയാൽ നമുക്ക് ഏറ്റവും ഓവർ കുറവുള്ളത് കാര്യമുള്ളൂ. ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല ഗൈസ്. നമ്മളത്തെ ഇവർ ആരുമില്ല. അവരെ കുറേ ആൾക്കാർ നമ്മൾ ആക്കിക്കണേ. നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ സാധ്യത കുറവരെല്ലാം ഉണ്ടാവും. നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോബോട്ടോ കാർലോസിനെ കിട്ടി, പാപ്പിനെ കിട്ടി. ഇവനെ ഒക്കെ ബ്രസീലാണ്. ബട്ട് നമുക്ക് ഇനി ഒരു ഉറുഗ്വൻ പ്ലെയറിനെയാണ് വേണ്ടത്. ഉറുഗ്വൻ പ്ലെയറിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഉറുഗ്വയിൽ ഇപ്പോൾ അധികം ആരും ബെസ്റ്റ് ആയില്ല. നമുക്ക് 73 ഗോൾ കീപ്പറെ വെക്കാം. വേറെ ആരും തീരില്ല ഉറുഗ്വ. ഇനിയും ബെസ്റ്റ് പ്ലേയേഴ്സിനെ കിട്ടുമെന്ന് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. അടുത്ത നമുക്ക് സ്പിൻ ചെയ്യാം. സെക്കൻഡ് സ്പിന്നിൽ ഫസ്റ്റ് നമുക്ക് അർജൻറ്റീനയെ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാം സ്പിന്നിൽ സെക്കൻഡ് സ്പിൻ തീറ്റത് രണ്ടാമത്തെ നോക്കാം. ഫസ്റ്റ് അർജൻറ്റീന കിട്ടി. ഓക്കെ ഓക്കെ ബെൽജിയം നമുക്ക് കിട്ടി. അർജൻറ്റീനയും കിട്ടി, ബെൽജിയവും കിട്ടി. അർജൻറ്റീനയും ബെൽജിയവും കിട്ടി നമുക്ക്. എന്തെങ്കിലും നല്ലത് കിട്ടണം. ഓക്കെ ഗായ്സ് ഉറുഗ്വ. ഓക്കെ നെതർലാൻഡ്. അർജൻറ്റീനയും ബെൽജിയവും നെതർലാൻഡ്. ഓക്കെ അപ്പം അർജൻറ്റീനയിൽ നിന്ന് സോൾ ക്രെസ്പോനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അർജൻറ്റീനയിൽ നിന്ന്. അപ്പോൾ സൗൾ ക്രെസ്പോനെ വെച്ച് ബനേഗ അർജൻറ്റീനയാണ്. ഇവിടെ നമുക്ക് വേണ്ടത് നെതർലാൻഡ് ആരും മതിയില്ല. ഓൺലി ഇവർക്ക് വേണ്ടേക്കുള്ളൂ. ഇവർക്ക് വേണ്ടേക്ക് വെക്കാണ്. ആൻഡ് പിന്നെ ബെൽജിയമാണ്. ബെൽജിയത്തിൽ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കാരണം വലിയ സാധ്യത കുറവാണ് ബെൽജിയത്തിന് ഉണ്ടാക്കാൻ. ഓക്കെ ഗായ്സ് 67 പ്ലേയേഴ്സൊക്കെയാണ് ബെൽജിയത്തിൽ നിന്നുള്ളത്. അപ്പം നമ്മൾ ബെൽജിയത്തിൽ നിന്ന് എന്തായാലും നമ്മൾ പ്ലെയറിനെ സൈൻ ചെയ്യണമെന്നുണ്ടായതുകൊണ്ട് നമ്മൾ 65 പ്ലെയറിനെ വെക്കുകയാണ്. ജസ്റ്റ് ആയിട്ട് വെക്കുകയാണ് നമ്മൾ. അടുത്ത് നമ്മൾ സ്പിൻ ചെയ്ത് നോക്കാം. ആൻഡ് ഫസ്റ്റ് തന്നെ നമുക്ക് ഇറ്റലി കിട്ടി. ഇറ്റലിത്തെ പ്ലേയേഴ്സ് ഉണ്ടോയെന്ന് അറിയില്ല മതിയിൽ. ആൻഡ് സെക്കൻഡായി വരുന്നത് ജപ്പാൻ. ഓക്കെ ജപ്പാനാണ് തോന്നുന്നു. ഇറ്റലിയും ജപ്പാനും മൂന്നാമത്തെ ആരം നോക്കാം. ഇറ്റലിയും ജപ്പാനും ഇപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് സൗത്ത് കൊറിയ ഗൈസ്. ഇറ്റലിയും ജപ്പാനും അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഇറ്റലിയിൽ പിർലോ ഉണ്ട് ഗൈസ്. ഇറ്റലി ഇല്ലയെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ബട്ട് ഇറ്റലിയിൽ നമുക്ക് പിർലോനെ കിട്ടി. അപ്പം കുഴപ്പമില്ല. അത് തന്നെ നമുക്ക് ആദ്യത്തെ ഇതിലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ചിലതൊന്നും അത്ര കിട്ടുന്നില്ല. പിന്നെ വരുന്നത് നമുക്ക് ഇറ്റലിയെ നമുക്ക് മാറ്റാം. ഇറ്റലി എവിടെ? ഇറ്റലിനെ മാറ്റുമ്പോൾ വളരെ കുറവായ 74 ഒരു ഗോൾ കീപ്പർ ഉണ്ട്. അതായത് നമ്മൾ ഉള്ള ഗോൾ കീപ്പറാണ് ബെസ്റ്റാണ്. ബട്ട് നമ്മൾ ഉള്ള പൊസിഷനിൽ വേറെ എടുക്കേണ്ട. അപ്പോൾ എവിൻ്റെ സെൻറ്റർ ബാക്കിനെ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് താൽക്കാലികമായിട്ട്. സെൻറ്റർ ബാക്ക് അപ്പോൾ നമുക്ക് ജപ്പാൻ്റെ ആകെ ഒരു LB മാത്രമാണുള്ളത് ഗൈസ്. നമുക്ക് LBയിൽ ഇവിടെ റൈറ്റ് ബാക്ക് കൊണ്ട് എത്തി വെക്കാം. അപ്പം ഇപ്പം ഇതുവരെയുള്ള സ്പീഡിൽ നമുക്ക് അത്ര നല്ല പ്ലേയേഴ്സ് കുറച്ച് ആൾക്കാരായിട്ട് ആകെ കിട്ടിയത് റോബോട്ടോ കാർലോസിനെ, പാപ്പിൻ, ക്രെസ്പോ, പിർലോ ഇങ്ങനെ 4 പ്ലേയേഴ്സ് സൂപ്പറായി കിട്ടിയിട്ടുള്ളൂ. അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം. ആരെ കിട്ടും. നല്ലത് തന്നെ ഇപ്രാവശ്യം നല്ലത് നമുക്ക് വേണം. ഓക്കെ ഇറ്റാലിയനെയാണോ ഗായ്സ്? ഇറ്റാലിയനെയാണ്. ഞാൻ ആരും ഇറ്റാലി ഉണ്ടാകാൻ സാധ്യതയില്ല. ഇറ്റാലിയും ഇല്ലാരാ പോളണ്ടോ ഗൈസ്? ഇറ്റാലിയും പോളണ്ടൊന്നും ആരുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇറ്റാലിയും പോളണ്ടും ലെവൻഡോസ്കി നമ്മൾ ഇല്ല ഗൈസ്. അപ്പം ഇറ്റാലിയും പോളണ്ടും പിന്നെ ആരാ? ഫ്രാൻസോ സ്പെയിനോ? ഫ്രാൻസ്. അപ്പോൾ VR ഉണ്ട്. VR നമുക്ക് വെക്കാം.
ബ്ലാങ്ക് ഫ്രാൻസിൽ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇറ്റലി നമുക്ക് സോളയുണ്ട്. 85 CF കാർഡാണ് ഗായ്സ്. ഇവിടെ നിർത്താം. അതിന് വേറെ സോളിനൊക്കെ കുറച്ച് നമ്മൾ ഓവർ 90 ആയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ടീം ഒന്നും കൂടി സ്ട്രെങ്ത് ആക്കണം. പോളണ്ട് നമുക്ക് 71 പ്ലേയേഴ്സ് ഉണ്ട്. 71 ഉള്ളത് ഗായ്സ് 68. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ടീം നിലവിൽ നമുക്ക് 11 പ്ലേയേഴ്സിനെ കിട്ടിയപ്പോൾ ഇങ്ങനെയാണ് ടീം നിൽക്കുന്നത്. 91 ഓവറാണ്. പക്ഷേ നമുക്ക് ഇനി ഒരു 5 സ്പിന്ന് അല്ല സോറി 6 ബെസ്റ്റ് പ്ലേയേഴ്സിന് കിട്ടണം. നമുക്കിപ്പം കിട്ടിയതൊരു ബെസ്റ്റ് പ്ലെയർ റോബർട്ടോ കാർലോസ്, വിയറ, പെപ്പിൻ, ക്രെസ്പോ, പിർലോ ഒക്കെയാണ്. നമുക്ക് ഇനി സോളൻ്റെ പൊസിഷൻ കൊസബോൾ, കിം യോങ് ഗോവൻ, ഡെർ ഓറോപ്പയും, വാൻഡൈക്ക്, കിമോട്ടോ എന്ന് പറഞ്ഞ ഈ പ്ലേയേഴ്സിൻ്റെ ഒക്കെ പൊസിഷനിൽ വേറെ പ്ലേയേഴ്സാണ്. നമ്മൾ നോക്കാം. അപ്പോൾ ഇനി ഈ കുറച്ച് സ്പിന്നും കൂടി ഉള്ള നമ്മൾ നോക്കാം. 5 സ്പിന്നൊക്കെ മതി. 5 സ്പിന്നും മതിയാവും. ഇനി 5 സ്പിന്നും കൂടി നമുക്ക് നോക്കാം. അർജൻറ്റീന കിട്ടിയിട്ടുണ്ട് വീണ്ടും ഗായ്സ്. നമ്മൾ നോക്കാം. അർജൻറ്റീന വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഇന്ത്യ ഗൈസ്. ഇന്ത്യ ഓസ്ട്രേലിയയാണോ അത്? അർജൻറ്റീനയാണ്. അത് ഓസ്ട്രേലിയ സോറി അർജൻറ്റീന. 3 അപ്പോൾ അർജൻറ്റീന പരിഗണിക്കില്ല. ഒരു അർജൻറ്റീന ആയിരിക്കുള്ളൂ ഇതിന്. ആദ്യം നമ്മൾ ഇംഗ്ലണ്ടായി ചൂസ് ചെയ്യുക. അപ്പം അർജൻറ്റീന, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. അർജൻറ്റീന, ഓസ്ട്രേലിയ സോറി അർജൻറ്റീന, ഇംഗ്ലണ്ട്. വേറെ ആരെയും കിട്ടും. അപ്പോൾ അർജൻറ്റീനയും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയാണ് കിട്ടിയിട്ടുള്ളത്. റീസെറ്റ് അടിച്ച് നമുക്ക് നോക്കാം. ടീം നമ്മൾ എടുത്ത് നമുക്ക് നാഷണാലിറ്റിക്ക് പോകാം. അർജൻറ്റീന, ഇംഗ്ലണ്ട്. ഇവിടെ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയാണ് നമുക്ക് കിട്ടേണ്ടത്. സ്പെഷ്യലായിട്ട് മാരേജ് കൊണ്ടോ മേ ബി ഓസ്ട്രേലിയ അടിച്ചു നോക്കാം. അത് ചെറിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇംഗ്ലണ്ടിൽ നമ്മളെ ബാർണസ് ഉണ്ട്. നമ്മളെ ഫോർമേഷൻ ചേഞ്ച് ആവണം. ബാർണസ് ലെഫ്റ്റ് വിങ് ആയതുകൊണ്ടാണ്. നമ്മളെ ഫോർമേഷൻ ചേഞ്ച് ആയപ്പോൾ 300 ഓവറായപ്പോൾ ബാർണസ് വെച്ച് നോക്കാം. പിന്നെ നമുക്ക് ഇനി അർജൻറ്റീനയിൽ നിന്ന് വേണ്ട അൽമാഡ ഉണ്ട്. കേട്ടോ അൽമാഡ ലെഫ്റ്റ് വിങ്ങറാണ്. അൽമാഡ നമ്മൾ CIM നിർത്തിവെക്കാം. 2ാം പൊസിഷനായിട്ട് CIM നിർത്തിവെക്കാം. കുഴപ്പമില്ല. 109 ഓവറോടെ പോകുന്നുണ്ട്. അപ്പോൾ അർജൻറ്റീന നമുക്ക് അൽമാഡിനെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഓസ്ട്രേലിയയാണ്. മേ ബി ഓസ്ട്രേലിയ നമ്മൾക്ക് ആരും ഇല്ലയെന്നാണ് തോന്നുന്നത്. പ്രോഗ്രാം നാഷണൽക്ക് പോയിക്കാണ്ട് നമ്മൾ അർജൻറ്റീന പോക്കാം. ഇംഗ്ലണ്ടിൽ പോക്കാൻ അടിച്ചോ. ഓസ്ട്രേലിയ അടിച്ചു നോക്കാം. ഓസ്ട്രേലിയക്ക് ഒരു പ്ലെയർ പോലും നമ്മുടെ ടീമിലില്ല. അപ്പം നമ്മൾ ഓസ്ട്രേലിയത്തെ പ്ലെയേഴ്സിനെ വാങ്ങാം. നമ്മൾ ഈ 97 ഓവർ തരില്ല. നമുക്ക് സെൻറ്റർ ബാക്കില്ല, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്കില്ല. നമുക്കൊരു ബെസ്റ്റ് പ്ലെയർ ടീം ഒന്നും. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളത് ഒരു 2 സ്പിന്നാണ്. അപ്പോൾ ഇതിൽ ഓസ്ട്രേലിയ ബാക്കിയിട്ടുണ്ട്. ആ 2 സ്പിന്നും ഇനി ഓസ്ട്രേലിയ ഉണ്ട്. അപ്പോൾ ഞാൻ 2 സ്പിന്നും കൂടി ചെയ്യാം. അപ്പോൾ 2 സ്പിന്ന് ഇയാൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്പിൻ ആരെങ്കിലും കിട്ടുമോ ഗൈസ്? പോർച്ചുഗലല്ല ഗൈസ്, നെതർലാൻഡാണോ? ഉറുഗ്വേ കിട്ടില്ല. ഉറുഗ്വേ പറ്റില്ല. കാരണം ഉറുഗ്വേ 3ാം പ്രാവശ്യം കിട്ടുന്നു. ഉറുഗ്വേ പറ്റില്ല. വേറെ നോക്കാം. ആൻഡ് ക്രൊയേഷ്യ ഓർ മൊറോക്കോ കിട്ടി നമുക്ക്. മൊറോക്കോ നമുക്ക് ഒന്നും കൂടി ഇനി ബാക്കിയുണ്ട്. ആരെ കിട്ടും നോക്കാം. ഇത് ബെസ്റ്റ് കിട്ടണം. ബെസ്റ്റായിരുന്നു കിട്ടണം. മൊറോക്കോ, സൗത്ത് കൊറിയ. അപ്പോൾ അതിന് നമ്മൾ വിചാരിച്ച പോലെ ആരും ബെസ്റ്റായി പ്ലേയേഴ്സ് ഒന്നുമില്ല. ഓക്കെ ഗായ്സ്, നമുക്ക് 24 ഗോൾ കീപ്പറാണ് കിട്ടി. വേറൊന്നും അതിലിപ്പോൾ ഇല്ല.
മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ആ സ്പിന്നും ഇവിടെ 66 സെൻട്രൽ ബാക്കിൽ നമ്മൾ കൊണ്ടുവന്നില്ല ഇവിടെ. അപ്പം നമ്മൾ ടീം ഇപ്പോൾ ഇതാണ് ഇപ്പോൾ സ്പിൻ ചെയ്ത് നമുക്ക് ഇനി വേണമെങ്കിൽ ഇപ്പോൾ 15 സ്പിന്നേ ചെയ്തിട്ടുള്ളൂ. 5 സ്പിൻ ബാക്കിയുണ്ട്, അതും കൂടി ചെയ്ത് നോക്കാം. അതിൽ ബെസ്റ്റ് ആയത് കിട്ടണം. അപ്പോൾ അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം. പോർച്ചുഗൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത ചെയ്ത് നോക്കാം. പോർച്ചുഗലിന് ആരും ഉണ്ടാവാൻ മേ ബി സാധ്യതയില്ല നമ്മുടെ ടീമിൽ. പോർച്ചുഗൽ കഴിഞ്ഞാൽ ജർമ്മനി. പോർച്ചുഗലും ജർമ്മനിയാണ്. ഒരു സ്പിന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് സെൻട്രൽ ബാക്ക് കിട്ടിയിട്ടുണ്ട് ജർമ്മനിത്തെ കോഗ്ലർ. അപ്പം നമുക്ക് കോഗ്ലറിനെ കിട്ടിയിട്ടുണ്ട്, അതാണ് ഇത് നമുക്ക് ബെസ്റ്റായത്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള റൈറ്റ് ബാക്കിനെയാണ്. നമുക്കിനി 100 ഓവർ റിച്ച് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ തന്നെ. പോർച്ചുഗലത്തെ പ്ലേയേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ജർമ്മനിയാണ്, പോർച്ചുഗൽ പ്ലേയേഴ്സ് ഇല്ല മറ്റേന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ജർമ്മനി നമുക്ക് പോർച്ചുഗൽ പ്ലെയർ 71 ഒരു പ്ലെയർ ഉണ്ട്. നമുക്ക് ഇവനെ അവിടെ വെച്ച് നോക്കാം. ഒക്കെ 68 ആകും. അപ്പം നമുക്കൊരു റൈറ്റ് ബാക്കിൻ്റെ കുറവാണ് ഈ കളി ടീമിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് ഇനി ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു പ്ലെയറിനെ വാങ്ങാൻ നോക്കുക. അപ്പം നമ്മൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇല്ലാത്ത, അപ്പം നമ്മൾ ഈ 100 ഓവറുള്ള ഈ ടീം വെച്ച് കളിക്കാൻ പോകണം. നമ്മുടെ റൈറ്റ് ബാക്ക് സൂപ്പറല്ല, എന്നാൽ നമ്മൾ മാച്ച് കളിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാർട്ട്സ്. നമ്മൾ ഈ അക്കൗണ്ട് വേൾഡ് ക്ലാസ്സാണ്. അറ്റാക്ക് നമുക്ക് കൂടുതലും മിഡിൽ നമ്മൾ ചെറിയൊരു കുറവ്, ഡിഫൻസ് നല്ല കുറവാണ്, 80 ഉള്ളൂ. നമുക്ക് 100 ഉള്ളൂ, അവരൊക്കെ 108 ഉണ്ട്. കുറച്ച് ടഫ് കണ്ടവരായിട്ട് കളിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ടീമിൻ്റെ ഡിഫൻസ് അത്ര ഇതില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇവിടെ ഷൂട്ട്. ഓ, ഡിഫൻഡിങ് നൈസ്. ചെക്കായി. അപ്പം നമ്മൾ ഗോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സൂപ്പർ ഗോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവരത് സൂപ്പർ ഗോൾ തന്നെ അടിച്ചു. ഈ ക്രെസ്പോ, അതെ സൂപ്പർ ഗോൾ ക്രെസ്പോ അടിച്ചു. അപ്പം നമ്മളിപ്പോൾ ഒരു ഗോൾ അടിച്ചു അവരെതിരെ. ടോട്ടൽ 100 അവയറുള്ളൂ. നമ്മൾ സ്പിൻ ചെയ്ത് സെലക്ഷൻ കിട്ടി പ്ലേയേഴ്സിന് മാത്രമാണ് നമ്മൾ ഈ കളി നമ്മൾ ഡിഫൻസൊക്കെ നോക്കാം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 1-0 എന്ന രീതിയിൽ നിൽക്കുന്നു. ഓക്കെ, വീര, ക്രെസ്പോ, അൽമാഡ. ഓ ഓ അത് ചെറിയൊരു ഇതാണ്, മിസ്റ്റേക്കാണ്. ഓ, വീറൊക്കെ കിട്ടിയില്ല. ക്രെസ്പോ നമ്മൾ 2 ഗോൾ അടിച്ചു. സൂപ്പർ ഗോൾ. ഒരു 100 ഓവർ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് ഈ കളി. ഓവർ ഈസ് ജസ്റ്റ് എ നമ്പർ. അങ്ങനെയാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. ഓവർ ഈസ് ജസ്റ്റ് എ നമ്പർ.
ഓക്കെ, ഇപ്പോഴത്തെ കളി നമ്മൾ കളിക്കണം. ഡിഫൻസ് ചെറിയ സ്ട്രോങ് കുറവുണ്ടെന്ന് മാത്രം. പക്ഷെ എന്നാലും അത് അങ്ങനത്തെ സ്ട്രോങ് കുറവൊന്നും എനിക്ക് കളി അങ്ങ് കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷെ അവർ കൊണ്ടുപോകും സുഖത്തിലൊരു സ്കിൽ ഡ്രിബിൾ ചെയ്ത് കൊണ്ടുപോകും. അവർക്ക് അഡ്വാൻറ്റേജ് അവർക്ക് ഈ കളിയിൽ വേണമെങ്കിൽ എടുക്കാമായിരുന്നു. ഓ, ആ പാസ് അത്ര ഇതിലായിരുന്നു. റോബർട്ടോ കാർലോസ് ഓക്കെ, ഇങ്ങനെ ഡിഫൻസ് ഇപ്പോൾ ചെയ്യുന്നത്. 2-3 ആൾക്കാർ വന്നല്ലാതെ ഡിഫൻസ് ഒന്നും ചെയ്യാൻ കാണില്ല നമ്മൾ ഡിഫൻസിന്. അത്രയും ചെറിയ ടീമിലാണല്ലോ നമ്മൾ ഇറക്കിയത്. അതുകൊണ്ടാണ് ഫസ്റ്റ് മാച്ച് അവരെ നമ്മൾ 2-0 എന്ന സ്കോറിൽ ജയിക്കുന്നു. വാട്ട് എ വിൻ, സൂപ്പർ മാച്ച്. നോക്കൂ, ഷോട്ട് നമുക്ക് തന്നെ 2 ഷോട്ട് എടുക്കാൻ 2 ഓൺ ടാർഗറ്റാണ്. പൊസിഷൻ നമുക്കാണ്, പാസ് സെക്യൂരിറ്റി നമുക്കാണ്. ഏകദേശം നമ്മളാണ് നല്ല കളിച്ചിരുന്ന ഈ കളി. ഏകദേശം നോക്കിയാൽ നമ്മൾ ജയിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. പിന്നെ ഏകദേശം നമ്മൾ ഗോൾ കീപ്പറേയും റൈറ്റ് ബാക്കിനെയും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായി സ്ട്രഗിൾ ഉണ്ടായിരുന്നു കളിയിൽ. പക്ഷെ എന്നാലും നമ്മൾ സ്ട്രഗിളിനായിട്ട് 2 ഗോൾ ഇട്ടു. അത് മതി. ബാക്കിയുള്ളവരൊക്കെ നല്ല കളിച്ചിരിക്കണം. അപ്പം നമ്മൾ ഇത്രയും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ സ്പിൻ വീഡിയോ ഇതേപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി, ഓക്കെ, ബൈ.